ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജിൽ ചികിത്സാ പിഴവിനിരയായ ഉഷ ജോസഫിന് വയറ്റിൽ നിന്നും ശസ്ത്രക്രിയാ ഉപകരണം പുറത്തെടുത്തു. കത്രികയുടെ അഗ്രഭാഗം ഒടിഞ്ഞ നിലയിലാണ്. ഉപകരണം ഇന്ന് കോടതിക്ക് കൈമാറും. വയറ്റിൽ ശസ്ത്രക്രിയ കുടുങ്ങിയ കത്രിക കുടുങ്ങിയ സംഭവത്തിൽ വകുപ്പ് മേധാവിയായിരുന്ന ഡോക്ടർ ലളിതാംബിക കരുണാകരനെ പ്രതി ചേർത്ത് പോലീസ് കേസെടുത്തു. എന്നാൽ നടപടി നേരിട്ട ഡോക്ടർ ജെ ഷാഹിദയ്ക്കും നഴ്സിംഗ് ഓഫീസർ PS ധന്യയ്ക്കുമെതിരെ കേസില്ല. ഇന്ന് ഉച്ചയോടെയാണ് ഉഷ ജോസഫിന്റെ വയറ്റിൽ നിന്ന് കത്രിക പുറത്തെടുത്തത്. ശസ്ത്രക്രിയാ ഉപകരണത്തിന്റെ അഗ്രഭാഗം ഒടിഞ്ഞ നിലയിലാണ്. പോലീസിന് കൈമാറിയ കത്രിക കോടതിക്ക് കൈമാറും. നീക്കം ചെയ്ത ഫോർസെപ്സ് നമ്മൾ മാസത്തിൽ കിട്ടി. ശസ്ത്രക്രിയാ പിഴവിൽ ഡോക്ടർ ലളിതാംബിക കരുണാകരനെ മാത്രം പ്രതിചേർത്ത് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു. മനുഷ്യജീവനും വ്യക്തിസുരക്ഷിതത്വത്തിനും അപകടകരമാം വിധം പ്രവർത്തിച്ചു എന്നാണ് ഡോക്ടർ ലളിതാംബികയ്ക്കെതിരായ FIR. ഉഷ ജോസഫിന്റെ ശസ്ത്രക്രിയയിൽ നേരിട്ട് പങ്കെടുത്തില്ലെങ്കിലും സംഭവം നടന്ന 2021 കാലയളവിൽ വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ഗൈനക്കോളജി വിഭാഗം മേധാവിയായിരുന്നു ഡോക്ടർ ലളിതാംബിക കരുണാകരൻ. പരാതിയിൽ ഡോക്ടറുടെ അസിസ്റ്റന്റായിരുന്ന ആൾക്കെതിരെയും ആരോപണമുണ്ടെങ്കിലും കേസിൽ പ്രതി ചേർത്തില്ല. ശസ്ത്രക്രിയ നടത്തിയ ഡോക്ടർ ജെ ഷാഹിദയായിരുന്നു അസിസ്റ്റന്റ്. അന്വേഷണം തുടരുകയാണെന്നും കൂടുതൽ പേരെ പ്രതിചേർക്കുമെന്നും അമ്പലപ്പുഴ DYSP വ്യക്തമാക്കി. അതിനിടെ ചികിത്സാ പിഴവിനെതിരെ രജിസ്റ്റർ ചെയ്ത FIR-ലും പിഴവുണ്ടായി. 2021 നടന്ന ശസ്ത്രക്രിയയെ 2026 നടന്നു എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. FIR-ലെ തെറ്റ് കോടതിയിൽ തിരിച്ചടിയായേക്കും. സാങ്കേതിക പിഴവാണെന്നും തീയതി തിരുത്തണമെന്നും ചൂണ്ടിക്കാണിച്ച് അമ്പലപ്പുഴ പോലീസ് കോടതിയിൽ അപേക്ഷ നൽകും. ശസ്ത്രക്രിയയ്ക്ക് ശേഷം ഉഷയുടെ ആരോഗ്യനില തൃപ്തികരമാണെന്ന് കൊച്ചി അമൃത ആശുപത്രിയിലെ ഡോക്ടേഴ്സ് അറിയിച്ചു. 24 ആലപ്പുഴ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.